എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പപ്പടവട നമുക്ക് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണല്ലേ? എന്നാൽ നമുക്കത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ? ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, അതുപോലെ 2 നുള്ള് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി മാത്രമേ ഇട്ട് കൊടുക്കാവൂ, കാരണം നമ്മളിത് പപ്പടത്തിലാണ് ഇത് വറുത്തെടുക്കുന്നത്. പപ്പടത്തിൻ്റെ ഉപ്പ് അധികമായിട്ടുള്ളവർ ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ ആ ഒരു ലൂസി വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം ഒരു പപ്പടം എടുക്കുക. എന്നിട്ട് ഈ മാവിലോട്ട് നല്ല രീതിയിൽ മുക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചും എൻ്റെ മാവ് എല്ലാ സൈഡിലാവത്തക്ക രീതിയിൽ ഇതിനെ നല്ലതായിട്ട് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മാവ് താഴെ പോവാതിരിക്കത്തക്ക രീതിയിൽ ഈ പാത്രത്തോടു കൂടി എണ്ണയുടെ സൈഡിലോട്ട് പിടിച്ചിട്ട് എണ്ണയിലോട്ട് പപ്പടം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പപ്പടം വറുത്ത് കോരി എടുത്തിട്ട് മാത്രമേ അടുത്ത പപ്പടം നിങ്ങൾ ഇതുപോലെ മാവിൽ മുക്കിയെടുക്കാവൂ കേട്ടോ. തീ കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പപ്പടം വറുത്തെടുക്കുന്നവർ തന്നെ ഇതിനെ തിരിച്ചു മറിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലെ മാവ് മൊത്തം അങ്ങ് ഒലിച്ചു പോവാതെ നോക്കുകയും വേണം കേട്ടോ. മാവ് മൊത്തം ഒലിച്ചു പോയാൽ മൊത്തം പപ്പടത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് ഞാൻ ഇതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പപ്പടവടയെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം ഇത് ക്രിസ്പി ആണെന്നുള്ളത്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വലിയ പപ്പടത്തിൽ ചെയ്യുമ്പോഴാണ് കാണാനും ഭംഗിയുള്ളത് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉപ്പ് മുമ്പ് പറഞ്ഞതുപോലെ പപ്പടത്തിന് നല്ല ഉപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാവിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ. ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.